ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും വിഷു എന്നത് പറയുന്നത് പോലെയാണ് ഈ പീഡനങ്ങളുടെ മഹാപ്രളയകാലത്ത് നമ്മുടെ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കിയും ഒരു പീഡന കേസിൽ പ്രതിയാകുന്നത്. അദ്ദേഹത്തോടൊപ്പം വേറെ 2-3 പേരുമുണ്ട്, പക്ഷേ ആ വേട്ടാവളിയന്മാരെയൊന്നും പേര് നമുക്കറിയത്തില്ല. സന്തോഷ് വർക്കി പിന്നെ ഐശ്വര്യ റായി മുതൽ നീളാ നമ്പ്യാർ വരെയുള്ള എല്ലാ താരങ്ങൾക്കും പ്രണയാഭ്യർത്ഥനയുമായി പിറകെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും രൂപവുമൊക്കെ നമുക്ക് പരിചിതമാണ്. പക്ഷേ ബാക്കി 3 വേട്ടാവളിയന്മാരെ നമുക്കറിയത്തേയില്ല. ഏറ്റവും വിരോധാഭാസം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഒരു ഹ്രസ്വ ചിത്രത്തിൻ്റെ ചെറിയ ചിത്രമുള്ള ഹ്രസ്വ ചിത്രത്തിൻ്റെയൊക്കെ സംവിധായകന്മാരെന്നാണ് പറയുന്നത്. ഒരു 20,000 രൂപയും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലെയുള്ള ഹ്രസ്വ ചിത്രങ്ങൾ എടുക്കാമെന്നിരിക്കെ അതിലവസരം ചോദിച്ച് യുവന്മാരുടെ മുന്നിൽ പോയ ആ പെൺകുട്ടിയാണ് ആദ്യം നല്ല മടൽ വെട്ടി ചന്തിക്കടിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സിനിമയിലാണെങ്കിൽ ഓക്കെ, സിനിമയിൽ അവസരങ്ങൾ തേടി പോയി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുണ്ട്. പക്ഷേ ഒരു മൊബൈലും 10-15,000 രൂപയും ഉണ്ടെങ്കിൽ ആർക്കും ഒരു ഹ്രസ്വചിത്രം എടുക്കാമെന്നിരിക്കെ അതിന് അവസരം ചോദിച്ചു പോയ പെൺകുട്ടിയെ നമ്മൾ എന്താണ് പറയേണ്ടത്? പിന്നെ ഉമ്മാരെയൊക്കെ ഞാൻ ഹ്രസ്വചിത്രങ്ങളുടെ ദീപം നമ്മുടെ ദീപ കൊളുത്തുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, നമ്മൾ ചിത്രീകരണം ആരംഭിക്കുമ്പോൾ ഒരു ദീപം കൊളുത്തിയുള്ള ഒരു ചടങ്ങുണ്ടല്ലോ. പക്ഷേ ഞാൻ ഉമ്മാർ ഈ 3 വേട്ടാവളിയന്മാരും സന്തോഷ് വർക്കിയും കൂടി ഒരു അവന്മാരെ ഹ്രസ്വചിത്രത്തിന് തീപ്പെട്ടി വെച്ചാണ് വിളക്ക് കൊളുത്തുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ ഇത് കണക്ക് ഗതികെട്ടവന്മാരുടെ അടുത്ത് അവസരങ്ങൾ ചോദിച്ചു പോയി പീഡനത്തിന് ഇരയാകുന്ന പെൺകുട്ടികളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.